ഞെട്ടിയ ഭാവം. അന്ന് എത്ര വയസ്സുണ്ട്? 17 വയസ്സ്. ഭയങ്കരമായിട്ട് ഞെട്ടി. അയാൾ എന്നിട്ട് എന്റെ അടുത്ത് പറയാ, ഇയാളെ കണ്ട 2 പിള്ളേരുടെ അമ്മയാണെന്ന് തോന്നിക്കുമെന്ന് പറഞ്ഞു. ഒരു ഓട്ടോ ഓടിക്കാൻ സെക്ഷലി അതിന് ഒരു മൂഡ് വരത്തുള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ഒരു മൂഡ് വരത്തുള്ളൂ. ഇയാൾ കറക്റ്റ് അല്ലേ? അന്നേരം എനിക്ക് എന്തൊക്കെയോ തോന്നും. എന്തുവാ ഇയാളെന്തോ. ഊബർ ഈ കടിമൂത്ത മാമനെ സസ്പെൻഡ് ചെയ്ത വിവരം സപ്പോർട്ട് ചെയ്തല്ല. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. സവാദിന് മറ്റേ ലൈംഗിക അതിക്രമം പെൺകുട്ടിയോട് ആദ്യം കാണിച്ചു. അന്ന് മെൻസ് അസോസിയേഷൻ ഒക്കെ മറ്റേ പൂമാലായിട്ട് പുറത്തിറക്കി കൊണ്ടുവന്നല്ലോ ജയിലിൽ നിന്നും. രണ്ടാമത് വീണ്ടും ആ പരിപാടി കാണിച്ചിട്ടുണ്ട്. ഒരു സമൂഹം നമുക്കിടയിലുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവൻ നിരപരാധിയാണേ, അവൻ മറ്റേ എന്താണ് നമ്മൾ മെൻസ് അസോസിയേഷൻ ആണേ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറേ അധികം ഊളകളുണ്ട്. ഞാനൊരു ആണാണ്, ഓക്കെ, എൻ്റെ ജെൻഡർ ആണാണ്, എനിക്ക് എന്തോ ആയിക്കൊണ്ട് പോട്ടെ. പക്ഷേ ഈ ജിജാതി ഊളകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ വളരെയധികം പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം. ഞാൻ അധികം വലിച്ചു നീട്ടുന്നേയില്ല ഈ വിഷയം. നേരെ ഡയറക്റ്റായിട്ട് ഈ വിഷയത്തിൽ കിടക്കാം. 17 വയസ്സുകാരി ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു വൃത്തികെട്ട ഒരു അനുഭവം. ഓക്കെ, ആ കുട്ടി അത് എങ്ങനെ ഇതെടുത്തു, അവസാനം എൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും പുറത്ത് വിട്ടിട്ടുണ്ട്. എൻ്റെ പൊന്ന് കഴപ്പ്, എന്തൊരു കഴപ്പാണ്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ വായിൽ നിന്നൊക്കെ വല്ലതൊക്കെ വരും. ഞാൻ ആദ്യം നിങ്ങളത് കേൾപ്പിക്കാം. 17 വയസ്സുകാരിയോട് ചോദിച്ചേക്കുന്ന ചോദ്യങ്ങൾ കേൾക്കണേ. വണ്ടിയിൽ ഊബർ ടാക്സി ഡ്രൈവർ. ഹലോ ഗൈസ്, അപ്പൊ ഞാൻ ഇപ്പൊ ഒരു ഓൺ വോയിസ് വരാൻ കാരണം ഇന്നലെ നടന്ന ഒരു മോശമായ അനുഭവത്തെ പറ്റി പറയാനാണ്. ഞാൻ ഈ കുട്ടിയുടെ ഫേസ് ബ്ലർ ചെയ്തിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, 17 വയസ്സുകാരിയായ കുട്ടിയാണ്. അപ്പം ആ കുട്ടിയുടെ അവരുടെ പെർമിഷനോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നലെ ഒരു ഫാദർലെസ് മോന്റെ ഫാദർലെസ് ബിഹേവിയറിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എറണാകുളത്ത് എടപ്പള്ളിയിലാണ് പഠിക്കുന്നത്, ലാക്മി അക്കാഡമിയിലാണ് പഠിക്കുന്നത്. അപ്പം എനിക്കെന്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ അക്കാഡമിയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അമൃത ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് പിടിച്ചാണ് ഞാൻ വീട്ടിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഊബർ ബുക്ക് ചെയ്ത ആ ഓട്ടോക്കാരൻ വെറും എന്താ പറയാ, ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് മനസ്സമാധാനമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. എല്ലാരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ മിക്കവരും ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും. ഞാൻ കുട്ടിയുടെ അനുഭവങ്ങൾ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ ആ കൊച്ചിനെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇതിൻ്റെ പിന്നാലെ ആ കുട്ടിയോട് ഇയാൾ പറയുന്ന വാക്കുകൾ കേൾക്കണം. നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഈ കഴപ്പ് പിടിച്ച ഇത്രയും പ്രായമുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല. ആ കുട്ടിയുടെ അച്ഛൻ്റെ പ്രായമുള്ള ആളാണ് കേട്ടോ. ഓട്ടോയിൽ കയറി അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഈ ഉടുപ്പാണ് ഞാൻ ഇട്ടിരുന്നത്, ഈ സ്ലീവ്ലെസ് ആണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പം ഞാൻ ഇന്നലെ ഓട്ടോയിൽ കയറി അയാളിൻ്റെ അടുത്ത് ചോദിച്ചു വർക്ക് ചെയ്യണോ. ഞാൻ പറഞ്ഞ ആഹാ, എന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാം പുറത്തു വിട്ടിട്ടുണ്ട്. ഇല്ല, ഞാൻ പഠിക്കാൻ പറഞ്ഞു. എന്താ പഠിക്കുന്നത്? ഞാൻ കോസ്മെറ്റോളജി, ഇവിടെ ലാക്മി അക്കാഡമിയിലാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ ഓരോന്ന് സംസാരിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഇതിനു മുമ്പ് എന്തോ പഠിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ +2 കഴിഞ്ഞതേ ഉള്ളൂ. ഞെട്ടുന്നു, ഭയങ്കര ഒരു ഞെട്ടിയ ഭാവം. അന്ന് എത്ര വയസ്സുണ്ട്? 17 വയസ്സ്. ഭയങ്കരമായിട്ട് ഞെട്ടി. അയാൾ എന്നിട്ട് എൻ്റെ അടുത്ത് പറയാ, ഇയാളെ കണ്ട 2 പിള്ളേരുടെ അമ്മയാണെന്ന് തോന്നിക്കുമെന്ന് പറഞ്ഞു. ഒരു ഓട്ടോ ഓടിക്കാൻ നമ്മളെ ഓട്ടോക്കാർ ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്. ഓട്ടോറിക്ഷ എല്ലാവരും മോശക്കാരെന്നല്ല, എന്നാൽ ചിലരുണ്ട്. നമ്മൾ വണ്ടിയിൽ നമ്മൾ പോകുന്ന വഴിക്കാൻ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വളയ്ക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ അനാവശ്യമായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട്. ഈ കുട്ടിയുടെ അടുത്ത് നമുക്ക് എന്തിൻ്റെ കഴപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ കുട്ടിയോട് 2 കുട്ടികളെ പ്രസവിച്ച പെൺകുട്ടിയെ പോലെ തോന്നുന്നു എന്നൊക്കെ പറയേണ്ട കാര്യം? ഓട്ടോ ഓടിക്കുക, പൈസ വാങ്ങിക്കുക, പോവുക. അതിനപ്പുറത്തേക്ക് അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് തിരക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന്റെ കാരണം മനസ്സിലാവുന്നില്ല. ശരി, എന്നിട്ട് എന്റെ അടുത്ത് എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു തന്റെ പീരീഡ്സ് ഒക്കെ നല്ല കറക്റ്റ് ആയിട്ടാണോ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ എന്തേ കറക്റ്റ് ആയിട്ടാണല്ലോ പോകുന്നത്. അന്നേരം പറയാ ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു മൂഡ് വരത്തുള്ളൂ. ഈ ചേട്ടന് എവിടെ കൂടെയൊക്കെയാണ് പീരീഡ്സ് ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ മൂഡ് വരത്തുള്ളൂ. ഓട്ടോ ഓടിക്കാനല്ല പോകുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ആ ഓട്ടോയുടെ ഫ്രണ്ടിലിരിക്കുന്ന മറ്റേ ഇതുണ്ടല്ലോ, അവിടെ അതിൻ്റെ താഴെ ഒരു തുളയിട്ടാൽ മതി, അല്ലെങ്കിൽ വല്ല വാഴപ്പണയിലും പോയിട്ട് തുളയിട്ടാൽ മതി. അവിടെ ആ ഒരു സംഭവം അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ മുരുക്കുണ്ട്, മരം, വല്ല മുള്ളുള്ള മരം ഉണ്ടല്ലോ, അതിൽ കയറിയാലും മതി, അതങ്ങ് മാറിക്കോളും. നമുക്ക് സെക്ഷലി അതിന് ഒരു മൂഡ് വരത്തുള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ഒരു മൂഡ് വരത്തുള്ളൂ. ഇയാൾ കറക്റ്റ് അല്ലേ? അന്നേരം എനിക്ക് എന്തൊക്കെയോ തോന്നും. എന്തുവാ ഇയാളെന്തോ ഉദ്ദേശിക്കുന്നത്, ഇയാളെന്തോ പറയുന്നേ. ഓക്കെ, ഞാൻ പിന്നെ അധികം ആയിട്ടൊന്നും മിണ്ടിയില്ല. എനിക്കെന്ന് പറയുന്നത് ആദ്യത്തെ അനുഭവമാണ്. എനിക്ക് എങ്ങനെ പ്രതികരിക്കണം, എന്തോ ചെയ്യണം ആ സമയത്ത്. പലരും പറയും
ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കണ്ടേ? ആ പയ്യനെ മാത്രം കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റൂ? അവൻ ഇത്രയും സംസാരിച്ചപ്പോൾ ഇവള് നോക്കിക്കൊണ്ട് നിന്ന് എന്തിനാ? ഇവള് കേട്ടോണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ഇപ്പം സ്ത്രീജനങ്ങൾ തന്നെ ഈ പെൺകുട്ടിയെ ചിലപ്പോൾ എനിക്ക് എൻ്റെ ചാനൽ കാണുന്നവരൊന്നും അങ്ങനെ പറയുന്നത് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. എന്നാൽ ഈ സമൂഹത്തിന്റെ മൊത്തത്തിൽ പ്രതിധ്വനിയിൽ വെച്ച് നോക്കുമ്പോഴേക്കും അവളുടെ മാന്യമായ ഡ്രസ് ഇട്ട് എങ്ങനെ സംസാരിക്കുമായിരുന്നു? നിർഭയ എന്നുള്ള പെൺകുട്ടിയെ എന്തടിസ്ഥാനത്തിൽ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, മാന്യമായ ഡ്രസ്സ് എന്നുള്ളൊരു സംഭവത്തിനെ കുറിച്ചൊക്കെ ആയിരിക്കും ഞാൻ അടുത്ത് സംസാരിക്കുന്നത്. മാന്യമായ ഡ്രസ്സ്, ഈ കുട്ടിയുടെ ഡ്രസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും മോശമായിട്ട് അഭിപ്രായം? ആത്മാർത്ഥമായിട്ട് കമന്റ് ചെയ്യും. ആൾ ചോദിക്കുന്ന ചോദ്യം. എന്നിട്ട് രണ്ടാമത് ചോദിക്കുന്നത്, കുട്ടി 2 പ്രസവിച്ച് ആലോചിച്ച് നോക്കും. ബോഡി ഷേമിങ്ങിന്റെ എക്സ്ട്രീം വെർഷൻ അല്ലേ? ആ കൊച്ചിന്റെ ഏജ് നിന്നെ കണ്ട ഭയങ്കര പ്രായം തോന്നിക്കുമെന്ന് പറയാതെ പറയുന്നതാണ്. ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മെന്റൽ ട്രോമ എന്തായിരിക്കും? അതിനുശേഷം അതിനെ ചോദിച്ചു തന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി മൂടൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഒരു സ്ത്രീക്ക് ആർത്തവം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവൾക്ക് അമ്മയാകാൻ യോഗ്യയായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ആ അമ്മയാകാൻ യോഗ്യയായിട്ടുള്ള സ്വന്തം അമ്മയെ പോലെ, അല്ലെങ്കിൽ സ്വന്തം മകളെ പോലെ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ പോലെ മറ്റുള്ളവർ കാണണമെന്നല്ല. നമ്മുടെ ചുറ്റുപാടുള്ള സ്ത്രീകൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, അവർക്ക് എന്തൊക്കെയുണ്ടോ അതുപോലെ തന്നെ ആ കുട്ടിക്കുള്ളത്. ഇയാൾക്ക് വീട്ടിൽ പെൺമക്കളുണ്ടോയെന്ന് എനിക്ക് അറിയത്തൊന്നുമില്ല. പക്ഷെ ഇത്രമാത്രം കഴപ്പ് പിടിച്ചിട്ട് ഈ ഒരു പൊതുനേരത്തിൽ വണ്ടി ഓടിക്കുന്ന ആൾ ഇങ്ങനെ ഈ ഒരു കുട്ടിയോട് ഇത് മാത്രം ചോദിച്ചിട്ടുള്ളൂ. ഈ കുട്ടി പബ്ലിക്കിന് മുമ്പിലേക്ക് വന്നു, ഇതുപോലെ എത്ര പേരോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചോദിക്കാനുള്ള അർഹത ഇയാൾക്ക് ആരാ കൊടുത്തത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം, ഈ കുട്ടിയോട് അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ എന്തിനു സംസാരിക്കാൻ പോയി എന്ന ചോദ്യത്തിന് അവർക്കത് അറിയില്ല. ആ സമയത്ത് സ്റ്റക്കായി പോകും. ചില ബസ്സുകളിൽ മറ്റുള്ള സ്ഥലം വരെ സവാദിന്റെ കാര്യം പറഞ്ഞില്ലേ, ലവൻ ഈ പരിപാടി അന്ന് കാണിച്ചപ്പോഴേക്കും അവനെ മെൻസ് അസോസിയേഷൻ കൊണ്ട് മാലയിട്ട് പുറത്തിറക്കി. രണ്ടാമത് ഇന്നും ആ പരിപാടി കാണിക്കുന്നു. ഇനിയിപ്പോൾ അവനെ വീണ്ടും ഇറക്കാൻ വേണ്ടിയിട്ട് പോകുമായിരിക്കും. ഈ ഇതിന്റെ മെൻസ് അസോസിയേഷന്റെ ഒരു ആളൊക്കെ ഉണ്ടല്ലോ, അയാളിപ്പോൾ കിടപ്പിലാണെന്നൊക്കെ അറിയുന്നത്. അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതല്ല. അതിന്റെ കുറെ ഇൻബോക്സിന്റെ അകത്ത് കുറെ അയാളെ കുറിച്ച് കിട്ടി. ഞാൻ തൽക്കാലം പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബാക്കിയേക്കാം. ഞാൻ അമ്മയുടെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ എന്നെ വരക്കുറഞ്ഞു, ഇതിനൊക്കെ പ്രതികരിക്കണ്ടേ, അതൊക്കെ പോട്ടെ, അതെല്ലാം പോട്ടെ. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ശരീരം ഇത് എവിടെ ശരീരം കാണിക്കുന്നത്, സ്ലീവ്ലെസ് ഇട്ടെന്ന് പറഞ്ഞിട്ട് എവിടെ ശരീരം കാണിക്കുന്നത്? ഇങ്ങനെ ശരീരം കാണിക്കുന്ന ഉടുപ്പിട്ട വണ്ണം തോന്നിക്കുന്നു, നല്ല തടി തോന്നിക്കുന്നു, വല്ല ചുരിദാറൊക്കെ ഇട്ടിട്ട് ഇറങ്ങ്. 20 വയസ്സിൽ കല്യാണം കഴിക്കാനുള്ളതല്ലേ? ഞാൻ ചോദിച്ചു, എന്തിനാ അത്രയും നേരത്തെ കല്യാണം കഴിക്കുന്നേ? എനിക്ക് അത്രയും നേരത്തെ കല്യാണം കഴിക്കണ്ട. 20 വയസ്സിൽ കല്യാണം കഴിക്കാനുള്ളതല്ലേ എന്ന്? അതെന്ത് അടിസ്ഥാനത്തിലാണ് 20 വയസ്സിൽ കല്യാണം കഴിക്കാന്നുള്ള കാര്യം? ഈ പ്രായപൂർത്തിയാവുന്ന അല്ലെങ്കിൽ വോട്ടവകാശം നേടുന്നത് പോലെയോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അടിസ്ഥാനപരമായിട്ട് പ്രായം ഭരണഘടനാപരമായിട്ട് ഈ നാട്ടിൽ നിലനിൽക്കുന്നതോ വെച്ചിട്ട് ഒരു പെൺകുട്ടി 20 വയസ്സ് കല്യാണം കഴിപ്പിച്ച് വിടണം എന്നുള്ളൊരു കാര്യം ആ കുട്ടിക്കും ആ കുട്ടിയുടെ കുടുംബത്തിനോ അല്ല അവർ തീരുമാനിക്കേണ്ട കാര്യത്തിനകത്ത് ഇയാൾ എന്തിനാണ് അതിനകത്ത് ഒരു അഭിപ്രായം പറയുന്നത്? പിന്നെ എപ്പോഴാ കല്യാണം കഴിക്കണ്ടേ? ഇയാളെന്തിനാ അതൊക്കെ തിരക്കുന്നത്? ഇയാളെ കണ്ട എന്റെ അച്ഛനെ കാട്ടി പ്രായം തോന്നിക്കുമല്ലോ. ഇയാളെ കണ്ട എന്റെ അച്ഛനെ കാട്ടി പ്രായം തോന്നിക്കും. എന്നിട്ട് ഇയാൾ ഞാൻ ഗൂഗിൾ മാപ്പിൽ അയാൾ ഊട്ടിക്കുന്ന സമയത്ത് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയത്, അയാളുടെ ഗൂഗിൾ മാപ്പില് ഞാൻ നോക്കുമ്പം ഇപ്പം ഞാൻ എപ്പോഴാണ് ഇറങ്ങി, ഒരു 4:20 ആയപ്പോഴത്തേക്കിനും ഓട്ടോയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പൊ കഴിഞ്ഞ തവണ ഞാൻ ഇതുപോലെ വന്നത് ഒരു 4 മണിക്ക് ഞാൻ ഓട്ടോയിൽ കയറി 4:15 ആയപ്പോഴത്തേക്കിനും അവിടെ എത്തി, അമൃത ഹോസ്പിറ്റലിന്റെ അവിടെ എത്തി. പക്ഷെ ഇന്നലെ എനിക്കത് മനസ്സിലായി, ഇയാള് ചുറ്റിയും വളഞ്ഞും മനഃപൂർവ്വം താമസിക്കാന്ന് എനിക്കത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി. ഞാൻ നോക്കുമ്പോൾ 4:20 ഞാൻ ഓട്ടോയിൽ കയറിയതാ. ഒരു 4:30 കഴിഞ്ഞ് ഒരു 4:35 ആകുമ്പോഴത്തേക്കും എത്തണം. ഇത് 4:45 കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. 4:45 എത്തിയിട്ടില്ലായിരുന്നു. അന്നേരം എനിക്ക് മനസ്സിലായി. എന്നിട്ട് എത്താറായപ്പോഴത്തേക്കിനും അയാൾ എൻ്റെ അടുത്ത് പറയാ, ആ കൈ ഒന്ന് പൊക്കിക്കുന്നു. എന്തോ കാര്യത്തിന് എന്തൊക്കെയാ പറയാ, ഒന്ന് കാണാനാ ആ ശരീരം, ആ വണ്ണമൊക്കെ ഒന്ന് കാണാനാ. ഞാൻ പറയാം അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. എനിക്ക് എന്തോ ചെയ്യണം, എന്തോ പ്രതികരണം, എനിക്ക് എന്തൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ അത് വരുന്നില്ല, എനിക്ക് വോയിസ് വരുന്നില്ല. അപ്പോ ഞാൻ പറഞ്ഞു തന്നത് എന്താന്ന് വെച്ചാല്, ഇങ്ങനെ കുറെ മനുഷ്യന് മനസമാധാനത്തോടെ ഒന്ന് യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ ഗേൾസ് മാത്രമല്ല, ഇപ്പൊ ബോയ്സിനും അങ്ങനെയാ. മനസമാധാനത്തോടെ പുറത്തോട്ടിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ എല്ലാരും ഒന്നും അങ്ങനല്ല, ശരിയാ. പക്ഷെ മിക്ക ആൾക്കാരും കുറെ എന്താ പറയാ, ഇത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാ. അപ്പോൾ കമന്റ് ബോക്സ് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആ കുട്ടിയുടെ അവസാനം പറഞ്ഞതെന്ന് വെച്ചാൽ ആംബിറ്റ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ ആവശ്യം. തടിയൊക്കെ ഒന്ന് കാണട്ടെ, കൈയൊക്കെ ഒന്ന് പൊക്കി കാണിക്കട്ടെ, എവിടെയൊക്കെ പുള്ളിക്കാരന് കാണണമെന്ന്. തടി കൂടിയതിനെ കുറിച്ചും അല്ലെങ്കിൽ കല്യാണത്തിനെ കുറിച്ചും ആ കുട്ടിയുടെ ഇതിനെക്കുറിച്ചൊക്കെ ഇത് ഏറ്റുവാങ്ങുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആ പ്രായത്തിലുള്ള പെൺകുട്ടി 17 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. ആ പ്രായത്തിൽ പെൺകുട്ടി സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇങ്ങനെയുള്ളൊരു കാര്യം കേൾക്കുന്ന സമയത്ത് അവർക്ക് നേരിടുന്നൊരു മാനസികാവസ്ഥയുണ്ട്.
അത് ചിലപ്പോൾ അത് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അതിന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ സമയത്ത് ഇതെല്ലാം ഭയമായിരിക്കും. പിന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോഴെങ്കിലും എല്ലാവരോടും ആണുങ്ങളോട് വെറുപ്പുള്ള സ്ത്രീകളെ കുറിച്ചൊക്കെ പറയുന്നില്ലേ, കുറേ അധികം ദുരനുഭവങ്ങൾ ആണുങ്ങൾ ഇന്ന് ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ ആണുങ്ങൾ മൊത്തം ഇങ്ങനെയാണെന്ന് ചിന്തിക്കും. അതിന് ഇങ്ങനെയുള്ള ഈ പുങ്കവന്മാർ കാരണമാണ് നമുക്കുള്ള പ്രശ്നം. കാമദേവന്റെ വില്ലു കൊടുത്തിട്ട് രാവിലെ ഒരു കുറച്ചുകൊണ്ട് നടക്കും, മൊത്തത്തിൽ മറ്റേ കോഴികളെ പോലെ നടക്കും. കോഴിയുണ്ടല്ലോ, ഇവിടെ നിന്ന് കയറി അവിടെ കയറി അങ്ങ് മുട്ടയടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടി, അതുപോലെ നടക്കുന്ന ചില ആൾക്കാരുണ്ട്. കമന്റ് ബോക്സ് നോക്കാം. എല്ലാവരും റിയാക്ട് ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഇതുപോലെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഫ്രീസായി പോകും, റിയലി ഫ്രീസായി പോകും. ആ ഒരു പാനിക് സിറ്റുവേഷൻ അവർ അനുഭവിക്കുന്നവർക്കല്ലാതെ നമ്മളിരുന്ന് കൊണയടിക്കുന്നവർക്കൊന്നും മനസ്സിലാവത്തില്ല. ആ കുട്ടിയുടെ മെന്റൽ ആ ഒരു സ്റ്റേജ് നമുക്ക് ഒരിക്കലും ചിന്തിക്കാനും പറ്റത്തില്ല. അങ്ങനെ എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും ഇല്ലാത്തടത്തോളം കാലം നമുക്കത് പറയാനും പറ്റത്തില്ല. അത് ആ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്കേ അത് പറയാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ. എന്താണ് ഫ്രീസായി ആയിപ്പോവും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നും നമുക്ക് ഐഡിയ ഉണ്ടാകില്ല. ആ ഒരു ടൈം നമ്മൾ ആ ഒരു സിറ്റുവേഷനിങ് ഇല്ലാണ്ടായി പോവും. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ചിന്തിക്കും, അങ്ങനെ ചെയ്തായിരുന്നു, ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അന്നേരം നമ്മൾ മൈൻഡ് ഫുൾ ബ്ലൈൻഡ് ആയിരിക്കും. ഇതിങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായവർക്കേ അറിയുള്ളൂ എന്ന് ആ കുട്ടി ഇപ്പോൾ കമൻറ്റ് ഇട്ട് വേറൊരു കുട്ടി ഇട്ടങ്ങനെ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സീരിയസ്ലി എനിക്കതേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ മറ്റൊരാളുടെ ഇപ്പം ബെന്യാമിൻ എഴുതി വെച്ചിരിക്കുന്നത് പോലെ നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് കെട്ടുകഥകൾ തന്നെയാണ്. അവരുടെ ലൈഫിൻ്റെ അകത്ത് ഇപ്പം വന്നേക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ആ കുട്ടിയുടെ ലൈഫ് ടൈം അതിനെ ഹോണ്ട് ചെയ്യും. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് ഏറ്റവും മോശമായിട്ടുള്ള ദുരനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ടൈം അത് ഹോണ്ട് ചെയ്യും. അത് ആ കുട്ടിയെ ഹോണ്ട് ചെയ്യും. ആ കുട്ടിയുടെ ഫാമിലി ഇതിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് മൊത്തത്തിൽ ഇനി ആ കുട്ടികൾ ഇനി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്തിനെ കുറിച്ച് ആ വീട്ടുകാർക്ക് ഇനി ഭയങ്കരമായിട്ട് വറീഡാവും. ഇത് കേൾക്കുന്ന നിങ്ങൾ പല പാരൻസും ഈ ഒരു കാര്യം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചിട്ടില്ല എന്ന് ചോദ്യം ചോദിക്കുമ്പോഴും ആ പ്രതികരിക്കേണ്ട സമയത്ത് ആ കുട്ടികളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അവരുടെ മാനസികാരോഗ്യത്തിനെ കുറിച്ച് ചിന്തിക്കണം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവനെ അത് ഞാൻ പുറകെ വരുന്നുണ്ട്. ഇയാളാണ് ആ ഓട്ടോക്കാരൻ എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫീൽസ് ഓഫ് കൊച്ചിയിലെ ഒരു പേജ് തന്നെ ഇട്ടേക്കുന്നു. അവൻ്റെ കാര്യം ഇനി ഗോവിന്ദ, വണ്ടി നമ്പർ, ഫോട്ടോ, ഊബർ റൈഡിങ് ഡീറ്റെയിൽസ് ഇതെല്ലാം കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. ഇത് ഇന്ന് തന്നെ ഇനി മേലെ ആരെയും ഇത് ആവർത്തിക്കരുത്. അത് കൊടുത്തു തോന്നുന്നു. ഊബറിൽ കംപ്ലയിൻറ്റ് കൊടുത്തേക്കെന്ന് പറഞ്ഞു. മോളെ ഒരു പെപ്പർ സ്പ്രേ വാങ്ങി വയ്ക്കും, ഇമാതിരി ഞരമ്പന്മാർക്ക് എതിരെ ഉപയോഗിക്കാൻ. പിന്നെ ആ പന്നിയുടെ ഓട്ടോ നമ്പർ വിത്ത് ഫോട്ടോ ആൻഡ് സ്റ്റോറി ഇട്. ഇനി മേലെ ഇവൻ ഈ പരിപാടി കാണിക്കരുത്. ഫോട്ടോയും അവൻ്റെ സോറി പറച്ചിലും എല്ലാം സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഷിബു. ഇപ്പോൾ ഷിബുദിനം ആ കുട്ടി ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്, അത് സ്റ്റോറിയാണ്. ഷിബുദിനം ആശംസിക്കുന്നു. ഡ്രൈവർ നെയിം ഷിബു VK, ലൈസൻസ് പ്ലേറ്റ് നമ്പർ അതൊക്കെ കൊടുത്തിരിക്കും KL07 BK 5426. ഊബർ ഈ കടിമൂത്ത മാമനെ സസ്പെൻഡ് ചെയ്ത വിവരം സപ്പോർട്ട് ചെയ്തല്ല. ഊബർ സസ്പെൻഡ് സപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ബാക്കി വഴി അറിയിക്കാം എന്ന് പറയുന്നു. അപ്പോൾ എന്തായിരുന്നാലും അണ്ണാച്ചിക്ക് കിട്ടേണ്ടത് കിട്ടി. അതെന്തായിരുന്നാലും ആ കുട്ടി വളരെ കറേജോടുകൂടി ആ കുട്ടിയുടെ ഫാമിലിയൊക്കെ നിന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നുള്ളൊരു മനോഭാവം സമൂഹത്തിന് ഇന്നും ഉണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് പണ്ടെങ്ങും ഉണ്ടായിരുന്നു കേൾക്കുന്ന പല സാഹചര്യങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതില്ല എന്നൊക്കെ പറയുന്നെങ്കിൽ വെറും മണ്ടത്തരം, ശുദ്ധ ഭോഷ്കുമാണ്. അതൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം നിങ്ങളിൽ പല പെൺകുട്ടികളും ഭയങ്കര ബോൾഡായിരിക്കും. സിറ്റുവേഷനിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു കൗമുദി ചാനലിൻ്റെ അകത്തൊരു ഓ മൈ ഗോഡ് എന്നുള്ളൊരു പ്രാങ്ക് ഷോ കണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവിചാരിതമായിട്ട് കണ്ടാൽ അതിനകത്തൊരു പെൺകുട്ടിയെ കണ്ടായിരുന്നു. ഒരു വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ച് കാണാൻ പറ്റുന്നുള്ളവരൊന്ന് കണ്ടു നോക്കിയാൽ മതി. ആ ബർത്ത്ഡേ പ്രാങ്ക് ആണ്. അപ്പോൾ ആ കുട്ടിയെ വിളിച്ച് വരുത്തിയിട്ട് പ്രാങ്ക് കൊടുക്കുന്നത് പോലത്തെ പരിപാടി അമ്മയും കൂടെ കൂട്ടു നിന്നിട്ടാണ് ചെയ്യുന്നത്. അവിടെ ഒരു വയസ്സായ ഒരു അപ്പൂപ്പനും അതുപോലെ തന്നെ ആ അപ്പൂപ്പൻ്റെ മകനും പിന്നെ ഈ മകൻ്റെ മക്കൾ, അതായത് ഈ വന്ന പെൺകുട്ടിയുടെ കൂട്ടുകാരി അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് കൊടുക്കുന്ന ഒരു പ്രാങ്കാണ്. ആ കുട്ടി ഒരു സെൽഫ് റെസ്പെക്റ്റോടുകൂടി അതിനുണ്ടായ ഇൻസൾട്ടിനെ നേരിട്ടൊരു രീതിയുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടോക്കുക. അവസാന നിമിഷം വരെ അതിനേറ്റിട്ടുള്ള ആ ഒരു വിഷമം, ദേഷ്യം, സങ്കടം അതിനെല്ലാം ക്യാമറ ഓഫാക്കടാന്നൊക്കെ പട്ടി എന്നൊക്കെ വിളിച്ച് അത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഒരു പ്രാങ്ക് കോപ്പെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോയിട്ട് ആ കുട്ടി അവസാനം വരെയും അതിനകത്ത് ആ സെൽഫ് റെസ്പെക്റ്റ് വിട്ടിട്ടൊരു കളി കളിച്ചിട്ടില്ല. അമ്മാതിരി ഒരു പെൺകുട്ടി. ചില സിറ്റുവേഷനിൽ നമ്മുടെ മുമ്പിലേക്ക് ചിലപ്പോൾ നമുക്ക് ധൈര്യമില്ല നമുക്ക് തോന്നിയാലും ചിലപ്പോൾ ധൈര്യം വന്നു ചേരും. ഞാനതാ പറയുന്നത്. ഇത് കാണുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. നമ്മുടെ ചുറ്റിലും വരും. ചില സംശയത്തോടു കൂടി തന്നെ ചില ആൾക്കാരെ നമ്മൾ കാണുകയും വേണം. എന്നാൽ എല്ലാവരും അങ്ങനെ അല്ലെങ്കിൽ പോലും സംശയം നമുക്ക് ചിലയിടത്തെങ്കിലും ഉണ്ടാവണം. ചില സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ യാത്ര പോകുമ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് നമ്മളോട് പരിചയപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കമ്പനി അടിക്കുന്ന സമയത്ത് അത് എന്തിനാണെന്നുള്ളൊരു കാര്യം ചിന്തിക്കാനും അവരെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതല്ല എങ്കിൽ നമ്മുടെ മുമ്പിലേക്ക്
പലതരത്തിലുള്ള അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. ഇന്നും നമ്മളെ എന്താണ് കാണാനില്ല പരസ്യങ്ങൾ പോലെ ഒരുപാടെണ്ണം കാണുന്നുണ്ട്. പല കുട്ടികളും പലയിടത്തും കാണാതെ പോകുന്നു. സോ അതുകൊണ്ട് ഞാൻ നിങ്ങൾ സേഫ് ആയിരിക്കാൻ വേണ്ടി പറയുകയാണ്. പാരൻസ് ആരും പാനിക് ആവേണ്ട. പക്ഷേ ഇതിനെ വ്യക്തമായിട്ടുള്ള നിങ്ങൾ ആ ഇൻസ്റ്റൻ്റായിട്ട് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതർവൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിനൊക്കെ തീരുമാനം ഉണ്ടാക്കി കൊടുക്കുക. പോലീസിനെ തന്നെ വിളിച്ചിട്ട് കൊടുക്കുക. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കാര്യം തീരുമാനമുണ്ട്. രണ്ടൻ്റെ കഴപ്പിന് എന്തായാലും പോലീസുകാരന്മാർ 2 മുട്ട പൊട്ടിച്ച് ഓംപ്ലേറ്റ് അടിക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ചെയ്യപ്പെടുത്തുക. എന്താണ് ഷിബുണ്ണനെ കുറിച്ചുള്ള അഭിപ്രായം പറയൂ. അതോ നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ചെയ്യപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.